വടക്കൻ കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ അതിപുരാതന ഗ്രാമമായ മണത്തണയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടക്കുന്ന് പാരിസ്ഥിതികമായും ചരിത്രപരമായും ഏറെ പ്രസക്തമാണ്. കോട്ടക്കുന്നിൻ്റെ നെറുകയിൽ ചെങ്കൽ ഖനനം ആരംഭിച്ചതിനെതിരെ 2012 സെപ്റ്റംബർ 30 സമരസമിതി രൂപീകരിച്ചത്. സമരത്തെ പിന്തുണയ്ക്കുന്നതിനായി നിർമ്മിച്ച ഈ ഡോക്യുമെൻ്ററിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ സാധിച്ചത് മണത്തണയിലെ മുഴുവൻ ജനങ്ങളുടെയും നിസ്സീമമായ സഹകരണത്താലാണ്. ഞങ്ങളെ സഹായിച്ച ഏവർക്കും നന്ദി. കൺവീനർ, കോട്ടക്കുന്ന് പാരിസ്ഥിതിക പൈതൃക സംരക്ഷണ സമിതി. പ്രകൃതിക്ക് മേലുള്ള ഏത് കടന്നുകയറ്റത്തെയും ന്യായീകരിക്കുന്നത് വികസനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. ഇത്തരം ആളുകൾ വികസനത്തെക്കുറിച്ച്, വികസനത്തിന് ശേഷം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്നതേയില്ല. വികസനം എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും ദുർബലരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകളുടെ കൂടി ഉന്നമനമാണ് എന്ന് ഇവർ മറന്നുപോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസനത്തിന് പരിധി നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു. പരിധിയില്ലാത്ത ഇത്തരം വികസനത്തിൻ്റെ ഇരകളായി കേരളത്തിലെ പരിസ്ഥിതിയും ഭൂമിയും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദുരന്തം ഇനി കാത്തിരിക്കുന്നത് മണത്തണയാണ്. മണത്തണയെ ജലസമൃദ്ധമാക്കുന്ന കോട്ടക്കുന്ന് ഖനനത്തിൻ്റെ ഭാഗമായി ഇല്ലാതാവാൻ പോവുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ കോട്ടക്കുന്നിൽ കല്ല് കൊത്തുന്നത് കൊണ്ട് ഈ വഴിയുടെ അസൗകര്യങ്ങളും രോഗികളും കുട്ടികൾക്കുമൊക്കെ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്നൊരു വണ്ടി വരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ആകെപ്പാട് ഞങ്ങൾക്കൊരു ചെറിയ റോഡേ ഉള്ളൂ. അത് കല്ല് കൊത്തിയാൽ ആ വഴിയും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് പെട്ടെന്നൊരു വാഹനത്തിൻ്റെ സൗകര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് കല്ലുകൊത്തിനെ ഞങ്ങൾ എപ്പോഴും എതിർക്കുവാണ് ഇവിടെയുള്ള കോട്ടക്കുന്ന് നിവാസികളെല്ലാവരും. പശ്ചിമഘട്ടത്തിൻ്റെ തൊട്ടിപ്പുറം കിടക്കുന്ന ഒരു മിഡ്ലാൻഡ് ടൈപ്പ് ഹില്ലോക്സ് ആണിത്. അതുകൊണ്ട് തന്നെ ഈ കോട്ടക്കുന്നിന് ഏറ്റവും അതിൻ്റേതായ പാരിസ്ഥിതിക പ്രാധാന്യമുണ്ട്. ഭൂമിയുടെ സ്ഥാനമായിട്ടാണ് കുന്നുകളെ കണക്കാക്കിയിരിക്കുന്നത്. കുന്ന് പിടിച്ചു വയ്ക്കുന്ന വെള്ളം
ഒരു അമ്മ കുഞ്ഞിന് മുലപ്പാൽ ചുരത്തി കൊടുക്കുന്നത് പോലെ വളരെ നേർത്ത സൂക്ഷ്മാവസ്ഥയിൽ ഉറവകളായിട്ട് അടുത്ത മഴക്കാലം വരെ സംഭരിച്ച് ചുരത്തി കൊടുക്കുന്നത് കൊണ്ടാണ് ആറ്റഞ്ചേരി വയലും അവിടെയുള്ള കൃഷിയും അവിടെ ആ വയലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംസ്കാരവും അവിടെയുള്ള ജനങ്ങളുടെ ജീവിതവും എല്ലാം മറ്റ് ജീവജാലങ്ങളുടെ എല്ലാം നിലനിൽപ്പ് സഫലമാകുന്നത്. ആദ്യം ഞങ്ങൾ എതിർത്തത് ഞങ്ങൾ റോഡിന്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമായിരുന്നു. പിന്നീടാണ് പലരും പത്രത്തിലും ഇത് അറിഞ്ഞു കഴിഞ്ഞ് എല്ലാവരും കല്ല് കൊത്തുന്ന പ്രദേശങ്ങളിലുള്ള എല്ലാ സ്ഥലത്തും കുടിവെള്ളം കിട്ടുന്നില്ല എന്നും പറഞ്ഞ് പലരും ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഒരു കാരണവശാലും കല്ല് കൊത്തിക്കരുതെന്ന്. ഈ കുന്നിൽ നിന്നും ചുരത്തി പോകുന്ന വെള്ളം ഈ പറയുന്ന കുടുംബങ്ങൾക്ക് എത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രാധാന്യം ഇതിന് മേൽപ്പാറ നമ്മളിങ്ങനെ കാണുന്ന ഒരുപാട് സുഷിരങ്ങൾ, നിങ്ങൾക്ക് അതിന്റെ ഒരു ചെറിയ മിനിയേച്ചർ ഫോമത്തിൽ കാണാൻ പറ്റും. ഇതിൽ ഒരുപാട് സുഷിരങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സുഷിരങ്ങളെല്ലാം തന്നെ എത്രയോ കാലത്തിന്റെ പരിണാമങ്ങൾ കൊണ്ട്, അതായത് ഇതിലെ ക്ലേയും മഗ്നീഷ്യവും സിലിക്കയും പോലുള്ള മൃദുമൂലകങ്ങൾ അതായത് ലീച്ച് ചെയ്തു പോയിട്ട് അവിടെ ഉണ്ടായിരിക്കുന്ന ഈ കണക്ഷനുകൾ ചെറിയ ചാലുകൾ വഴി വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് ഭൂമിക്കടിയിൽ സംഭരിച്ചു വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആ ഭൂമിക്കടിയിലേക്ക് കിനിഞ്ഞിറങ്ങുന്ന വെള്ളം ഒരു ക്ലേ ബെഡ് ഉണ്ടാവും ഈ ഭൂമിയുടെ ഈ കുന്നിന്റെ തൊട്ട് താഴത്ത്. ആ ബെഡിലാണ് ഇത് സംഭരിച്ചു വെക്കുന്നത്. അവിടെ നിന്നാണ് ഇത് പുറത്തേക്ക് ചുരത്തി കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു മേൽപ്പാറ സംജാതമാകുന്നതിന് വേണ്ടിയിട്ട് എത്രയോ വർഷങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ട് ആണ് ഇതിന്റെ ഒരു വ്യവസ്ഥ ഉണ്ടായി മാറുന്നത്. ഈ വെള്ളം ഒലിച്ചിറങ്ങിയിട്ട് ഉറവകളായിട്ട് പോയിട്ടാണ് ഈ ചുറ്റുപാടുമുള്ള വയലുകളിലേക്ക്, ആറ്റഞ്ചേരി വയലും മണത്തണ വയലും ബാക്കി ഇരുവശങ്ങളിലും കാണുന്ന വയലുകളിലേക്കും നീർ ചുരത്തുന്നതും ജനങ്ങളുടെ കുടിവെള്ളമായിട്ട് മാറുന്നതും. ഈ കോട്ടക്കുന്നിന്റെ ചുറ്റുപാടും ഒരു 8-10 വലിയ കുളങ്ങളും ചെറിയ കുളങ്ങളും, അതിന് ശങ്കരൻകുണ്ട് എന്ന് പറയുന്ന ഒരു ജലസ്രോതസ്, പുതിയ കുളം എന്ന് പറയുന്ന മറ്റൊരു ജലസ്രോതസ്, അതുപോലെ ഒരുപാട് കിണറുകൾ ഈ കോട്ടക്കുന്നിന്റെ ചുറ്റുപാടും ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചുറ്റുപാടുമുള്ള ജനങ്ങളുടെ കുടിവെള്ളത്തിന്റെ പ്രധാന സ്രോതസ് എന്ന് പറയുന്നത് ഈ കോട്ടക്കുന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മളെ കിണറ് 10-40 കൊല്ലായി. 5000 കല്ലിട്ടിട്ട് അടിയിൽ നമ്മൾ കെട്ടിപ്പൊന്തിച്ചതാണ്. 7 വീട്ടുകാർ നമ്മളെ കിണറിന് വെള്ളം എടുക്കുന്നതാണ്. ഇപ്പൊ ഈ മണ്ണെടുത്തേരെ നമ്മളെ കിണറിൽ വെള്ളം തേച്ചും പറ്റും. നമ്മളിപ്പം 2 കിലോമീറ്റർ അകലെ പോയിട്ടാ പള്ളിക്കാട്ടിൽ വെള്ളം എടുക്കുന്നത്. ഒന്നടിച്ചാൽ നമുക്ക് അറിയില്ലേലും വെള്ളം പറ്റുമെന്ന്. ഈ മണ്ണെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നത്. നമ്മളിത് അറിയെങ്കിൽ നമ്മൾ വിടൂലേ മണ്ണെടുക്കേ. അപ്പം വെള്ളം തേച്ചും പറ്റിയിട്ട് നമ്മളാകെ വിഷമത്തിലുള്ളത്. ഇനി ഈ പൊന്നെടുക്കൽ നമ്മൾ സമ്മതിക്കില്ല. ഏത് ഭാഗത്തുനിന്നുണ്ടെങ്കിലും നമ്മൾ അറിഞ്ഞു കേട്ടാൽ. വെള്ളം നഷ്ടപ്പെട്ടു കഴിഞ്ഞ ജനതയുടെ വിലാപങ്ങൾ ഒരുപാട് നമുക്ക് കണ്ടിട്ടുണ്ട്.
എവിടെയും ആർക്കും വെള്ളം കൊടുക്കാൻ പറ്റില്ല. പഞ്ചായത്തുകൾക്കോ സർക്കാരിനോ മറ്റേതെങ്കിലും ഏജൻസികൾക്കോ സൗജന്യമായിട്ട് വെള്ളം തരാൻ പറ്റില്ല. കുന്ന് തരുന്നത് പോലെ, പ്രകൃതി തരുന്നത് പോലെ, കാട് തരുന്നത് പോലെ സൗജന്യമായിട്ട് വെള്ളം തരാൻ പറ്റില്ല. അത് ഈ കുന്ന് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്കതിൻ്റെ ദോഷം മനസ്സിലാവുകയുള്ളൂ. കുന്ന് പോയ സ്ഥലത്ത് കുടിവെള്ളത്തിന് വേണ്ടി അമ്മമാരും കുട്ടികളും നീണ്ട ക്യൂയിൽ നിൽക്കുന്ന എത്രയോ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു പശ്ചാത്തലത്തിൽ വേണം കോട്ടക്കുന്നിനെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഹൃദയമാണ്, ഈ നാടിൻ്റെ ഏറ്റവും അടിസ്ഥാനമാണ് ഈ കുന്ന് എന്ന് കണ്ട് ജനങ്ങൾ ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നില്ലെങ്കിൽ അത് നമ്മൾ വരുന്ന തലമുറയോട് അല്ല നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ 50 വർഷങ്ങളായി മണത്തന കോട്ടക്കുന്നിൽ താമസിച്ചിരുന്ന ഒരാളാണ്. കോട്ടക്കുന്ന് ചുറ്റും പാടങ്ങളാണ്. വളയങ്കാട്, ആത്തിൻചാല്, മണത്തന, അട്ടഞ്ചേരി. ഈ പാടങ്ങൾ താള കൂട്ടി വിതച്ച് കൊടുത്തിരുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ അതേപോലെ പണികളൊന്നുമില്ല. ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പണി പറഞ്ഞാൽ അത് പോയി ഞാൻ ചെയ്തു കൊടുക്കും. ഇപ്പം ഈ കുന്ന് നിരത്തി എടുത്തുകൊണ്ട് പോയിട്ട് കണ്ണങ്ങൾ നേരത്തിൽ എന്ത് വിഷമാണ് എടുക്കുന്നതെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുന്നില്ല. എന്തൊമ്മ വാടുണ്ട് തമ്പുരാനെ തൊള്ളേതോ നീതു വാടേടോ പാടഞ്ചക്ക തൊള്ളേതോ